ഹായ് ഹലോ ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. സോ ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല, വീട്ടിൽ തന്നെ ഉറക്കവും കാര്യങ്ങളായിട്ടുള്ള ഒരു ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. അപ്പം എന്താ ആദ്യം നമുക്കൊന്ന് എണീറ്റൊന്ന് ഫ്രഷപ്പ് ആവാം. ഓക്കെ, അപ്പോൾ എണീറ്റ് കഴിഞ്ഞു. ഇന്ന് വിചാരിച്ചു ഇന്ന് ബീഫ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയും എല്ലാം കടുകൊക്കെ ഇട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചൊന്ന് എടുക്കുവാണ്. അപ്പം ഇതിലേക്ക് സവാള അരിഞ്ഞത്, പിന്നെ എണ്ണ ഒഴിച്ചിട്ട് കടുക്, കറിവേപ്പില, എന്നിട്ട് സവാള അരിഞ്ഞത്, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റെഡി ആയി വരട്ടെ. ഓക്കെ, അപ്പം എല്ലാ തവണയും ക്രിസ്മസും സെയിം അല്ല. നമ്മളങ്ങനെ ക്രിസ്മസും കാര്യങ്ങളും അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല. എങ്കിലും കഴിഞ്ഞ വട്ടം അപേക്ഷിച്ച് ഇത്തവണ ഒരു ക്രിസ്മസ് എന്നൊരു ഫീലിങ്ങേ ഇല്ല. കാരണം കഴിഞ്ഞ വട്ടം വൈൻ കേക്ക്, അതിന് മുമ്പ് എന്തോ ക്രിസ്മസ് ഫീലാണ്. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ എന്തുവാ മാരീഡൊന്നും കഴിഞ്ഞില്ല, ഒരു സിംഗിളായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇതിനും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ, അപ്പം ഇത് പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് ചതച്ചെടുത്തത് അതും ഇട്ട് അതിന് ശേഷം നമ്മൾ പൊടികൾ ഇടുവന്ന്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു. അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം പൊടികൾ ഇടാൻ മെയിൻ ഷെഫിനെ തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ പൊടികൾ ഇടാനൊന്നുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത്, ഇത് എത്ര സ്പൂണെന്നൊന്നും ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ രീതി അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെന്തോ മസാലപ്പൊടി, ഗരം മസാല, ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചിക്കൻ കറി വേറെ രീതിയായിരിക്കും, നമ്മുടെ ഇവിടെയും വേറെ രീതിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ബീഫ് കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കുക. അതൊന്നും വേറൊന്നും കൊണ്ടല്ല, അമ്മക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുക്കളയിൽ ചെന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കയറുന്നവരാണോ. ഓക്കെ, അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ വീഡിയോസ് അതനുസരിച്ച് ബെറ്ററാക്കാം. ഓക്കെ, അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ച് നമ്മുടെ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വേറെ ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ പറ്റിയേ പറയാൻ പറ്റും. ഇങ്ങനെ ബീഫ് ഇടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും ബീഫൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് സെറ്റാക്കട്ടെ. പിന്നെ ഇന്ന് ബീഫ് കറിയും പിന്നെ ചീനിയും സലാഡും പപ്പടവും അതൊക്കെ തന്നെയാണ്. അപ്പം ഇന്ന് എന്താ ചീനി ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് ഇന്ന് കഴിക്കുന്നില്ല. കാരണം എന്തോ കപ്പ ബിരിയാണി അങ്ങനെ പറയത്തില്ല. അപ്പോൾ ഒരു മിക്സഡ് കണക്ക് ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് മിക്സഡ് ആക്കി ഞാൻ അല്ലാണ്ട് കഴിക്കുക, അല്ലാതെ ഉണ്ടാക്കി കഴിക്കില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുവാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ ബീഫൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി, മസാലയെല്ലാം മുകളിലും ഇറച്ചി, അതായത് ഇറച്ചി ആ ഒരു ഇതിൽ താന്ന് തന്നെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് വേവിക്കാൻ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം കുറേ നേരം കഴിഞ്ഞ് കറിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആക്ച്വലി ഒരു ലഞ്ച് ടൈം ആയി, അപ്പോൾ ബ്രഞ്ച് കഴിക്കാം, അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം കറി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. അപ്പം പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി കഴിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോഴേ കാപ്പി കഴിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബീഫൊന്ന് വരട്ടിയതാണ്. അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളം ഇതൊക്കെ ഒന്ന് വറ്റി വരട്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുത്തൊന്ന് നന്നായി വരട്ടിയെടുത്ത നമ്മുടെ ബീഫ് ഫ്രൈയും റെഡി.
അപ്പോൾ കണ്ടിട്ട് തന്നെ നല്ലപോലെ കൊതിയാവുന്നുണ്ട്. അപ്പം ഈ ഉള്ളി എടുക്കാനുള്ള ഈ ഒരു താമസം കൊണ്ടാണ് ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത്. അപ്പം അതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് ക്ഷമിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടു നല്ല രീതിക്ക് ചൂടായി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായി അങ്ങോട്ട് ഇളക്കാൻ പറ്റാത്ത, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആ ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടാക്കുന്നത്, അല്ലാതെ ഇളക്കാൻ അറിയാനായിട്ടല്ല. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് മസാല ഇട്ട് സത്യത്തിൽ ഇതിൻ്റെ വോയിസ് ഓവർ പിറ്റേന്ന് കൊടുക്കുന്നത് കണ്ടിട്ട് തന്നെ ഇപ്പോൾ കൊതിയാവുന്നു. ഓക്കെ, എനിവേ കഴിഞ്ഞ വട്ടം നമ്മൾ കുടിച്ച വൈൻ്റെ ബോട്ടിലാണിത്. അപ്പോൾ കഴിഞ്ഞ വട്ടമൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ തേടി കണ്ടുപിടിച്ചൊരു ഇതാണ് അപ്പോൾ കുപ്പി. അപ്പോൾ ഇതൊരു ബോട്ടിലായിട്ട് ചെയ്യാമെന്ന് വെച്ച് കളയാതെ വെച്ചതാണ്. ക്രിസ്മസിന് കേക്ക് കഴിക്കാതെ എന്ത് ക്രിസ്മസ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അല്ലാണ്ട് എല്ലാവരും ഇരിക്കും, നമുക്കങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഓക്കെ, അപ്പോൾ ബീഫ് വരട്ടിയത് റെഡിയായി. അപ്പം ഇന്നത്തെ പരിപാടിക്ക് തീർന്ന് വീട്ടിൽ തന്നെയാണ് ഉറക്കവും കുക്കിങ്ങും കാര്യങ്ങളും ഹോംലി ഫുഡും. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ല രീതിക്ക് മിക്സാക്കിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം നല്ല പോലെ മിക്സാക്കി കുഴച്ച് കഴിക്കുന്നതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പൊക്കെ വീഡിയോസ് വേണമെന്ന് ഇടണം. അപ്പം ഞാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻ എന്നൊരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് വ്ളോഗ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് പെട്ടെന്നൊന്ന് സഡനായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. ഓക്കെ, ബൈ ഗായ്സ്.